ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ തംബ്നെയിൽ നിങ്ങൾ കണ്ടു ഓൾറെഡി. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് എനിക്കിവിടെ വെയിലൊക്കെ കിട്ടുന്നത്. സോ തംബ്നെയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാൻ മൂവ് ഔട്ട് ചെയ്യാണ് ഫ്രം മൈ ഓൾഡ് ഹോം ഹൗസ്. ആക്ച്വലി ലൈക്ക് ഇവിടെ ഇങ്ങനെ പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻസിലും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. ദിസ് വീഡിയോ വാസ് ടേക്കൺ എ വെരി വെരി ലോങ് ടൈം എഗോ എന്ന് എനിക്കിപ്പോഴേ പറയാൻ പറ്റും. ബിക്കോസ് ഇത് ഞാൻ അടുത്തൊന്നും പോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ഇറ്റ് ടേക്സ് എ വെരി സ്ലോ പ്രോസസ്. സോ എല്ലാം കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് സീ ഹൗ ഡസ് ഇറ്റ് ഗോ. ദിസ് ഈസ് ദ വോൾ സിറ്റുവേഷൻ ഓഫ് മൈ റൂം. ഇവിടെ മസാലാസ്, അവിടെ ഡ്രസ്സുകൾ. And I'm watching something. ഹലോ. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ വീട് മര്യാദയ്ക്ക് കണ്ടിട്ടില്ല ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു, ഒപ്പിട്ടു, കാര്യങ്ങളൊക്കെ ഇതാക്കി എന്നിട്ട് പോന്നു. എൻ്റേതായതിനു ശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ഇന്ന് ഞാൻ കാണാൻ പോവാണ്. ഇന്ന് നമുക്ക് താക്കോല് കിട്ടും. ആൻഡ് നമ്മളിന്നത് കാണാൻ പോവാണ്. അങ്ങനെ ഞാൻ ഇന്നെൻ്റെ പുതിയ വീട്ടിലേക്ക് പോവാണ്. ഞാൻ ജസ്റ്റ് ഒരു ഗ്ലിംസേ കണ്ടിട്ടുള്ളൂ. ഒറ്റ നോട്ടത്തിന് ഇഷ്ടപ്പെട്ടു, സൈൻ ചെയ്തു. ആ വീട് എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സൈൻ ചെയ്ത് പോകുന്നതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് കയറാൻ പോകുന്നത്. ഐ ഗോട്ട് ദ കീസ് ടുഡേ. അപ്പോൾ ഞാൻ പോവാണ് എൻ്റെ പുതിയ വീട്ടിലേക്ക്. ഓക്കെ. സോ എൻ്റെ ഇതായതിനു ശേഷം ഞാനിതുവരെ കണ്ടിട്ടില്ല. ഐ എം സോ എക്സൈറ്റഡ്. ഐ എം റിയലി സോ എക്സൈറ്റഡ്. ലെറ്റ്സ് ഗോ. ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ എത്തി. ഐ ആം ഗോണ സിറ്റ് ഫോർ ദ ലൈക്ക് എൻ്റേതായതിനു ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും. ബിക്കോസ് ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ബദൽ തീർക്കാൻ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി ഫൈനലി. ഓ this feels like a dream come true moment. This is my bedroom. Like sorry, ഞാൻ ഫസ്റ്റ് എൻ്റെ ബാത്റൂം കാണിച്ചു തന്നതിൽ. ബട്ട് ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരുള്ളൂ. ഓക്കെ. ഹലോ. സോ ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ ഇൻ മൈ ഹോം. ഐ മീൻ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ. ഇന്നത്തോടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകെ മൊത്തം അലങ്കോലമായിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തോടെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സോ നാളെ ഞാൻ കീ കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങും. എൻ്റെ വ്ളോഗ്സിൽ ഇതാ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ റൂം. എൻ്റെ വ്ളോഗ്സിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള എൻ്റെ മിക്ക വ്ളോഗ്സ് എൻ്റെ റൂമിൽ തന്നെയാണ്. സോ റൂമിനോട് എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ബട്ട് ഗോയിങ് ടു എ ബെറ്റർ പ്ലേസ്, ബെറ്റർ ലൈഫ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഇവിടെ വെച്ചു. പാക്കിങ് ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ കുറച്ച് ലേസും സാധനങ്ങളും ബാഗൊക്കെ കിടക്കുന്നുണ്ട്. സോ ദിസ് വാസ് ദ റൂം ഐ യൂസ് ടു ലീവ്. പക്ഷേ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ബിക്കോസ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഫോട്ടോസും പിക്ചേഴ്സൊക്കെ തൂക്കിയിട്ട് ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ബട്ട് ഐ വാസ് സീയിങ് എ ഫിലിം, ജസ്റ്റ് എ ലാസ്റ്റ് ഗ്ലിംസ് ഓഫ്. ആൻഡ് ദിസ് ഞാൻ ഈ വീട്ടിൽ അല്ലെങ്കിൽ ഈ റൂമിനെ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഈ ചെയർ ആയിരിക്കും. എൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഈ ചെയറിലിരുന്നാണ് ചെയ്തത്. സോ ഐ വിൽ ബി മിസ്സിങ് ദിസ് ചെയർ എ ലോട്ട്. ബട്ട് നമ്മൾ ഉടനെ തന്നെ ആ ചെയർ വാങ്ങുന്നതായിരിക്കും. സോറി, ബാക്ക്ഗ്രൗണ്ടിൽ ടെർമിനേറ്ററാണ്, അതുകൊണ്ടാണ് ഇത്ര ഒച്ച. സോ ഇതിലിങ്ങനെ കിടന്ന് ഇങ്ങനെയൊക്കെ കറങ്ങുമായിരുന്നു. ഐ വിൽ ബി മിസ്സിങ് ദിസ് ചെയർ എ ലോട്ട്. സോ ഇനി ബാക്കിയുള്ള വ്ളോഗ്സൊക്കെ നമ്മൾ പുതിയ വീട്ടിൽ നിന്നായിരിക്കും എടുക്കുന്നത്. സോ ഐ ആം സോ എക്സൈറ്റഡ്. ജസ്റ്റ് കപ്പിൾ ഓഫ് ഡ്രസ്സസ് മാത്രമാണ് ഉള്ളൂ. എനിക്ക്
ട്രാവൽ ചെയ്യുമ്പോൾ ഇടാനായിട്ട്. അൺലെസ് വേറെ ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഖാലി. We have a vault situation here. കണ്ടു. So packing on the way. കലങ്കോലായി കിടക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് പെട്ടികളായിട്ട് എടുത്ത് വയ്ക്കാൻ പോവാണ്. So excited to show you people my new home. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അതെങ്ങനെ കാണിക്കണം, ഏത് ആംഗിളിൽ കാണിക്കണം, എങ്ങനെ കാണിച്ചാലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ലൈക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു എനിക്ക് ആ വീട് എന്ന് പറയുന്നത്. സോ ഇന്നീ പകലിനെന്തു ഭംഗി. ഈ ഡ്രസ്സിന് പൊട്ട് തൊടുന്നത് ശരിയല്ലെന്നറിയാം. ബട്ട് പൊട്ട് തൊടാൻ തോന്നി, എന്ത് ചെയ്യാം. അതിയാ. സോ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ആൻഡ് സീ വാം ലൈറ്റ്സ് ഒക്കെ നാടൊക്കെ ഓർമ്മ വരും. നല്ല ഒരു കളർ ഗ്രേഡിങ് ആണല്ലോ. സോ ഞാൻ അനുചേച്ചിയുടെ അടുത്തൊരു സ്ലീപ്പ് ഓവറിന് പോവാണ് ഗൈസ്. സോ ഈ ടേബിളാണ് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത്. ഈ ടേബിൾ നമുക്ക് അസംബിൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ടേബിൾ റെഡിയാക്കി കുറച്ച് നടുക്കേക്ക് വയ്ക്കാം. ഈ ടേബിളിൻ്റെ നടുക്ക് വയ്ക്കാൻ ഒരു ജാറും കൂടെ നമുക്ക് സെറ്റാക്കാം.
പാർഡൺ മീ ഫോർ ദ അപ്പാർട്ട്മെൻറ്റിലെ മിസ്. ഈ സംഭവം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് എന്താ പറയുക, കാണുമ്പോൾ ഒരു തടി കഷ്ണം തോന്നും, ബട്ട് അല്ല, ഇതൊരു മാഗ്നറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിൽ നമുക്ക് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ ഒട്ടിക്കാനാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ കത്തി കടാര പോലെയുള്ള ആയുധ സാമഗ്രികൾ ഇതിൽ ഇങ്ങനെ മാഗ്നറ്റിൽ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ എന്താ പറയുക, നമുക്കിങ്ങനെ കത്തിയും സ്പൂൺ എല്ലാം കൂടി ഇങ്ങനെ ക്ലംസി ആയിട്ട് ഇരിക്കില്ല, കാണാനൊരു എസ്തെറ്റിക് ലുക്കും ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. സോ ഇത് നമ്മൾ ഒട്ടിച്ച് വെക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇതുണ്ട്, ലൈക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്നൊരു സെലോ ടേപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടിച്ചിട്ട് 2 ദിവസമെങ്കിലും ഒട്ടിച്ച് അതേപോലെ അവിടെ ഇരിക്കണം. എന്നിട്ട് അതിൽ നമ്മൾ ആയുധ സാമഗ്രികൾ വെക്കാൻ പാടുള്ളൂ. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജർമ്മനിയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് അലമാര പണിയേണ്ടത്. അപ്പോൾ ഒരു സൈഡ് 2 സൈഡ് ഞങ്ങൾ തീർത്തു. ആൻഡ് ഇതാണ് ഈ റൂമിൻ്റെ അവസ്ഥ. ഞാനൊരു ആഫ്റ്റർ ആൻഡ് ബിഫോർ കാണിച്ചു തരാം. ഇപ്പോഴേ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. This is one side. This is another side. അങ്ങനെ successfully we made the cupboard for my home and I'm so happy. സമയം 1:02. This is the mess. This is the mess. തുണി മടക്കുന്ന പരിപാടിയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. പക്ഷെ ഇത്രയും, കാരണം അടുക്കളയിലെ സാധനങ്ങളും പിന്നെ ഡ്രസ്സസും എല്ലാം ഞാൻ ഒരു റൂമിൽ തന്നെ ആക്കിയേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ റൂമിലും കുറേ വെതറി ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അതിന് നല്ലത് ഒരു റൂമിൽ എല്ലാം കൂടെ ഇതാക്കുന്നതാണല്ലോ. അപ്പോൾ ഇതെൻ്റെ ബെഡ്റൂമാണ്. പിന്നെ ലിവിങ് റൂം ഉണ്ട്. ലിവിങ് റൂമിൽ സോഫ ഫേർണിച്ചേഴ്സൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഒന്നും സെറ്റാക്കിയിട്ടില്ല. സോ ഈ പ്രോസസ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് വൃത്തിക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി കബോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡ്രസ്സസ് വെച്ച് തുടങ്ങി. ഇങ്ങനെ ചവറും സാധനങ്ങളൊക്കെ വെച്ചേക്കാണ്. ഇവിടെ നമ്മൾ പിന്നെ ആയിരിക്കും മേക്ക് ഓവർ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ വേറെ കുറേ കാര്യങ്ങൾ വരാനുണ്ട് വിച്ച് ഐ ഹാവിൻ ബോട്ട് യെറ്റ്. ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യും. ഓക്കെ, ദിസ് പോർഷൻ. ഡ്രസ്സുകൾ എനിക്കിനി ബാക്കി മടക്കാനുണ്ട്. വേറെ കുറച്ച് പെട്ടികൾ അപ്പുറത്തിട്ട്. യെസ്, ഐ ഹാവ് എ ലോട്ട് ഓഫ് ഡ്രസ്സസ്. കാർപ്പറ്റ് കിട്ടി ഗൈസ്, കാർപ്പറ്റ് കിട്ടി. So I am building this ചെടി, വാഴയില ചെടി. അയ്യോ, എന്താ ചെയ്യാം? ഇപ്പോൾ എനിക്ക് ഡൗട്ട് ആക്ച്വലി ഇത് എടുക്കണോ അതോ ഇത് എടുക്കണോ എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ എടുക്കാം. ഫസ്റ്റ് ഓർ സെക്കൻഡ്? ഓക്കെ, കമൻറ്റ് ബിലോ. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആണ്, ഇന്ന് ഹാലോവീൻ ആണ്. ആൻഡ് ഹാലോവീനായിട്ട് ഡ്രസ്ഡ് അല്ല, ബിക്കോസ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വൈകി. സോ I haven't got the time to get ready. നമ്മളങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. I'm so excited. I'm really so excited. സോഫ, കട്ടില്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സോ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്.
ഞാനൊരു സോഫ, ഒരു കൗച്ച്, എന്താ പറയുക. സോ ഇന്ന് ഞാനൊരു കൗച്ച്, പിന്നെ ഒരു കബോർഡ്, പിന്നെ ഒരു വാഷിംഗ് മെഷീൻ 3 നോക്കാൻ വേണ്ടി പോയതാണ്. ഷോപ്പിംഗ് ഈസ് എ വെരി ടയറിങ് പ്രോസസ് അൺലെസ് ഇറ്റ് ഈസ് ഡ്രസ് എന്നെനിക്ക് മനസ്സിലായി. സോ 5:30 ആയിട്ടുള്ളൂ, ഇവിടെ നല്ല ഇരുട്ടാണ്. സോ ഇന്നത്തെ ഷോപ്പിംഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലെറ്റ്സ് സീ ഓൺ ദ കമ്മിങ് ഡേ. തോമസ് സംതിങ് കട, ഐ ഡോണ്ട് നോ ദ നെയിം. ഇവിടെ നമുക്കിങ്ങനെ ഫേർണിച്ചേഴ്സൊക്കെ കിട്ടും, നമുക്ക് നോക്കാം. സോ ഒരു ടേബിൾ ഉണ്ട്. ഐ വാസ് സോ മാനിഫെസ്റ്റിംഗ് ഓൺ ദാറ്റ് ടേബിൾ. ഞാൻ ആ ടേബിൾ വാങ്ങാൻ പോകും.